സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും പങ്കുവയ്ക്കേണ്ട നാളുകളിലൂടെ നാം കടന്നു പോവുകയാണ്. പരസ്പരം സ്നേഹിക്കുവാനും പങ്കുവയ്ക്കുവാനുമുള്ള നാളുകളാണ് നോമ്പിൻ്റെ കാലഘട്ടമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവാകുന്ന ആ വലിയ സത്യത്തിലേക്ക് നാമൊക്കെ നടന്നെടുക്കുന്ന കാലഘട്ടമാണിത്. സക്കേവസിനെ പോലെ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിട്ടുകൊടുക്കുവാനും, ധൂർത്തപുത്രനെ പോലെ നമ്മൾ തെറ്റുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുവാനും, നല്ല സമരക്കാരനെ പോലെ മറ്റുള്ളവരുടെ മുറിവുകൾ വെച്ച് കെട്ടുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നോമ്പിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം ഇന്ന് കണ്ണുപിടിക്കുമ്പോൾ ക്രിസ്തു നമ്മോട് പറയുകയാണ്, നിത്യ ജീവൻ്റെ ജലം ഞാനാകുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഈ ജീവൻ്റെ ജലത്തെക്കുറിച്ചൊക്കെ നാം പറയുമ്പോൾ നാം ജീവിക്കുന്ന ഈ നാളുകളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. മാർച്ച്, ഏപ്രിൽ, മെയ് മാസം എന്നൊക്കെ പറയുന്നത് കൂടുതൽ ചൂടനുഭവപ്പെടുന്ന കാലഘട്ടമാണ്. നാമൊക്കെ ഒന്ന് പുറത്തുപോയി എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നാമൊക്കെ ഒത്തിരിയേറെ ദാഹിക്കുന്നവരാണ്. ആ ഒരു സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നാമൊക്കെ നമ്മുടെ ദാഹം അകറ്റുന്നവരാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഉള്ളിൽ ജീവൻ്റെ ഉറവയുണ്ടെങ്കിൽ നമുക്ക് ദാഹിക്കുകയില്ല. ആ ഒരു വാക്യത്തെ കടമെടുത്തുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ക്രിസ്തു പറയുകയാണ്, ഞാൻ ജീവൻ്റെ ജലമാകുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തു പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനത്തിൻ്റെ ഏറ്റവും കാതലായ സന്ദേശമെന്ന് പറയുന്നത് ആത്മാവ് എന്നതാണ്. ബൈബിളിൽ നാം എവിടെയാണ് ഈ ആത്മാവിനെ പറ്റി കാണുക? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം മുതൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു പ്രവാചകൻ്റെ ശബ്ദം നാം കേൾക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി, ക്രിസ്തുവിൻ്റെ പാതകൾ നേരെയാക്കുവാൻ വേണ്ടി മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ ആ സ്നാപക യോഹന്നാൻ്റെ ശബ്ദം ഇപ്രകാരമാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പിന്നീട് തുടർന്ന് പറയുകയാണ്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. മാനസാന്തരത്തിനായി ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തി, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും നിങ്ങളെ സ്നാനപ്പെടുത്തും. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ഇന്നത്തെ വചനത്തിൻ്റെ സന്ദേശമെന്ന് പറയുക. പിന്നീട് നാം നമ്മുടെ സമാന്തര സുവിശേഷങ്ങളൊക്കെ നാം വായിച്ചു നോക്കുമ്പോൾ അവരെല്ലാം പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു വചനമുണ്ട്. ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനത്തിന് ശേഷം അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവിടുത്തെ മേൽ എഴുന്നള്ളി വരുന്നതും. പ്രിയമുള്ളവരെ, തൻ്റെ മേൽ എഴുന്നള്ളുവെന്ന ആ പരിശുദ്ധാത്മാവിനെ, പിതാവായ ദൈവം വാഗ്ദാനം ചെയ്യപ്പെട്ട ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. ആ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ നാമൊക്കെ ചെയ്യേണ്ടത് അവിടുന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറയുക, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാൻ പോകുന്ന ആത്മാവിനെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മാവ് കടന്നു വരിക? നാം ഇന്ന് വായിച്ചു കേട്ട റോമാക്കാരുടെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞു വയ്ക്കുകയാണ്. അവിടെ വിശുദ്ധ പൗലോസ്ലീഹ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാഗ്നാകാർട്ട നമ്മുടെ സന്നിധിയിൽ അവതരിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിൻ്റെ ഒരു സംശുദ്ധ രൂപമെന്ന് പറയുന്നത് നിഷ്കളങ്കമായി സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നന്മയെ മുറുകെ പിടിക്കുക, തിന്മയെ ദ്വേഷിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്തിൻ്റെ ചൈതന്യം, അല്ലെങ്കിൽ ഈ നോമ്പുകാലം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളെ, കഷ്ടപ്പാടുകളെ, കുറവുകളെ, സങ്കടങ്ങളെ ഒക്കെ ക്രിസ്തുവാകുന്ന ആ വലിയ സത്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് കാണാതെ
മാനുഷികമായ ചിന്തകൾ നാം കാണുമ്പോൾ അതൊക്കെ ഒത്തിരിയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിലുണ്ടാക്കും. എന്നാൽ ക്രിസ്തു പറയുന്ന പോലെ വിശ്വാസത്തോടു കൂടി ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരാൻ നമുക്ക് സാധിക്കുമ്പോൾ ഈ നോമ്പുകാലം കൂടുതൽ അഭികാമ്യമുള്ളതായി തീരും. കൂടുതൽ അവിടുത്തെ ഏറ്റുപറയുന്ന, കൂടുതൽ അവിടുത്തെ അനുഭവിച്ചറിയുന്ന, അവിടുന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ തുളുമ്പുന്ന കാലങ്ങളായി തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്വയം വെട്ടിയൊരുക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തെ സ്വയം മനസ്സിലാക്കുവാനായിട്ട്, അങ്ങനെ ക്രിസ്തുവിനെ കൂടുതൽ സ്വീകരിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ കൂടുതൽ അറിഞ്ഞുകൊണ്ട്, വിശ്വാസത്തിൻ്റേതായ തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കാണുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ അവിടുന്ന് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവിലൊഴുന്ന വ്യക്തികളായി നാം തീരുന്നത്. അതിനാൽ തന്നെ ക്രിസ്തു പറയുന്ന ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട്, ക്രിസ്തു നമുക്ക് നൽകുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ഈ നോമ്പുകാലം നമുക്ക് കൂടുതൽ ഫലദായകമാക്കാം. അതിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. അങ്ങനെ നമ്മളിലേക്ക് കടന്നു വരുന്ന ആ പരിശുദ്ധാത്മാവിനെ, ആ ജീവൻ്റെ ജലത്തിനെ മറ്റുള്ളവർക്ക് സ്നേഹത്തിലൂടെയും സഹായത്തിലൂടെയും പരോപകാരത്തിലൂടെയും സഹകരണത്തിലൂടെയും സന്തോഷത്തിലൂടെയുമൊക്കെ നമുക്കും പകർന്നു കൊടുക്കാം. ക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.